ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളെ മൂന്നാറിൽ നിന്നും കൊച്ചിനിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിയിൽ നമുക്ക് രണ്ട് മനോഹരമായ വാട്ടർഫാൾസ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ വാട്ടർഫാൾസ് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അടിമാലി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരിമംഗലം വനപാതയിലൂടെ പോകുമ്പോഴാണ് ഈ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ കഴിയുക. ആദ്യം വരുന്ന വാട്ടർഫാൾസാണ് വാളറ വാട്ടർഫാൾസ്. ഇത് കണ്ടോ, ഇതാണ് വാളറ വാട്ടർഫാൾസ്. അതിമനോഹരമായ രീതിയിലാണ് വാളറ വാട്ടർഫാൾസ് ഒഴുകുന്നത് കേട്ടോ. കണ്ടോ, നല്ല രീതിക്കാണ് വെള്ളം ഒഴുകുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി മൺസൂൺ സീസൺ കഴിയുമ്പോൾ നല്ല രീതിക്ക് വെള്ളം ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് ആസ്വദിക്കാൻ കഴിയും. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കഴിയും. നല്ല ഒരു ജലാശയമാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. റോഡ് സൈഡിൽ തന്നെ നിന്ന് നമുക്ക് അതിൻ്റെ ഫോട്ടോ പകർത്താൻ കഴിയും, അതേപോലെ വീഡിയോ എടുക്കാൻ കഴിയും. മനോഹരമായ ദൃശ്യമാണ്. മൂന്നാറിലേക്ക് വരുന്ന ആളുകളെല്ലാവരും മിസ് ചെയ്യാതെ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് വാളറ വാട്ടർഫാൾസ്. ഇവിടെ രണ്ട് വാട്ടർഫാൾസാണ് ഉള്ളത്. അടുത്ത നമുക്ക് ഉള്ള വാട്ടർഫാൾസിലേക്ക് പോകാം. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരിമംഗലം വനപാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒത്തിരി സഞ്ചാരികൾ ഈ വഴിയിലൂടെ എപ്പോഴും വരുന്ന ഒരു റോഡാണ്. മൂന്നാറിലേക്ക് വരുന്ന ആളുകളാണ്. അതേപോലെ നമുക്ക് മധുരയിലേക്ക് പോകാനും തമിഴ്നാട്ടിലേക്ക് പോകാനും ഇതിലൂടെ വരികയാണെങ്കിൽ നമുക്ക് പോകാൻ കഴിയും. അപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചത് ചീയപ്പാറ വാട്ടർഫാൾസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. കണ്ടോ, നല്ല മനോഹരമായൊരു ദൃശ്യം. കണ്ടോ, നല്ല രീതിക്കാണ് ഒഴുകുന്നത് കേട്ടോ. ഒത്തിരി സഞ്ചാരികൾ ഇപ്പം തന്നെ ഉണ്ട്. മൂന്നാറിലേക്ക് വരുന്ന എല്ലാ സഞ്ചാരികളും നിർത്തി ഇവിടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. ഇത് വളരെ ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഹൈറ്റിനേക്കാളും കൂടുതൽ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ. റോഡ് സൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി നിർത്തി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും വരികയും ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണിപ്പോൾ. ഈ ഓണക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. കാരണം മൺസൂൺ സീസൺ കഴിഞ്ഞൊരു സമയമായിരിക്കും. അപ്പോൾ ഈ വാട്ടർഫാൾസ് നല്ല രീതിക്കായിരിക്കും ഒഴുകി വരിക. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും കേട്ടോ. ഒത്തിരി സഞ്ചാരികൾ ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. മൂന്നാറിലേക്ക് വരുന്നവർ മിസ് ചെയ്യാതെ ഈ വാട്ടർഫാൾസ് കണ്ടിട്ടാണ് പോകാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. കോഫി സ്നാക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ചീയപ്പാറ വാട്ടർഫാൾസ് മനോഹരമായ ദൃശ്യമാണ് കേട്ടോ. എന്തോരം ആളുകളുണ്ടെന്ന് നോക്കി. അപ്പം നമ്മൾ ഇതുണ്ടോ, സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒത്തിരി ആളുകൾ വഴിയിലുണ്ട്. അപ്പോൾ നല്ല ദൃശ്യമാണ് കേട്ടോ. ഇത് വളരെ ഹൈറ്റിൽ നിന്നാണ് ഒഴുകി വരുന്നത് കേട്ടോ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് മുന്നോട്ട് പോയി നേരിമംഗലം ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരിമംഗലം ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരിമംഗലം ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റാണ്. നേരിമംഗലം വന ഏരിയയാണ്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. അപ്പം നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലിയ പാതയാണ്. ഒത്തിരി സഞ്ചാരികൾ എപ്പോഴും വരുന്ന ഒരു പാതയാണ്. അതേപോലെ ഒത്തിരി വണ്ടികളും തമിഴ്നാട്ടിലേക്ക് പോകാനും മൂന്നാറിലേക്ക് വരാനും ഒക്കെ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റിസോർട്ടൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ മുതൽ റിസോർട്ട് മേഖലയാണ്. അങ്ങോട്ട് ഒത്തിരി റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നേരിമംഗലം ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാർന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മൂന്നാറിൽ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് സന്ദർശിച്ച് പോകാവുന്ന സ്ഥലമാണ്. ഇതെല്ലാം ഒരു ഐക്കോണിക് പ്ലേസ് എന്ന രീതിയിൽ തന്നെ നമുക്കെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന സ്ഥലമാണ്. ആദ്യം വരുന്നത് നേരിമംഗലം ബ്രിഡ്ജായിരിക്കും. അത് കഴിഞ്ഞാണ് നമുക്ക് ചീയപ്പാറ വാട്ടർഫാൾസും വാളാർ വാട്ടർഫാൾസും കാണാൻ കഴിയുക. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ നേരിമംഗലം ബ്രിഡ്ജ്. കണ്ടോ, നേരിമംഗലം ബ്രിഡ്ജിലെത്തി. നമ്മൾ അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ എറണാകുളത്തേക്ക് കിടക്കാൻ പോകുന്നത് കേട്ടോ. എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് കിടക്കാൻ പോകുന്നത്. വലിയ ബ്രിഡ്ജാണ് കേട്ടോ. വളരെ പഴക്കം ചെന്ന ഒരു ബ്രിഡ്ജാണ്. രണ്ട് വണ്ടി കഷ്ടിച്ചങ്ങ് നമുക്ക് പോകാവുന്നൊരു ബ്രിഡ്ജാണ്. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇതേ കണ്ടോ, നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് ചെന്ന് കയറുകയാണ്. നേരിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തുന്നത് കേട്ടോ. അങ്ങനെ എത്തി.